ഹായ് ഒരുപാട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അറിയാമല്ലോ, നമ്മുടെ ബ്രോഡ്വേയിൽ ഒരുപാട് ഷോപ്സുകൾ നിങ്ങൾ കയറി ഇറങ്ങി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം വയനാടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഈ കൊടുക്കുന്നതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോസ് ഒന്നും എടുക്കണ്ട, പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആസ് എ ഇൻഫ്ലുവൻസർ, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, അപ്പോൾ എന്നിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ ഓരോ ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ വയനാടിന് വേണ്ടി ഒരു സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നുള്ളത് നിങ്ങൾ നിൽക്കുക. നമ്മളെല്ലാവർക്കും മക്കൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാറുണ്ട് അല്ലേ? ആ മേടിച്ച് കൊടുക്കുന്ന 2-3 ഡ്രസ്സ് മേടിച്ച് കൊടുക്കുമ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങളുടെ വയനാടിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. വയനാട്ടിലെ നമ്മുടെ കുരുന്നു മക്കൾക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, നമ്മുടെ അച്ഛൻ, അമ്മ, ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഉറങ്ങി എണീക്കുമ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. ജീവനോടുള്ള ആൾക്കാർക്കൊക്കെ ആ ഇട്ട ഉടുപ്പ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ഒരു സ്വത്തെന്ന് പറയാനായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത് എല്ലാവരും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും സഹായിക്കാൻ പറ്റുന്നത്ര നിങ്ങൾ സഹായിക്കുക. നമുക്കറിയാം ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നാളെ ഒരു ആംബുലൻസ് പോവുകയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ബാക്ക് ടു ബാലൻസിൻ്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ. അപ്പോൾ ഇപ്പം നമ്മൾ അറിഞ്ഞപ്പോൾ ഞാൻ കളക്ടറേറ്റിൻ്റെ രീതിയിൽ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഇപ്പോൾ ഫുഡിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. കാരണം ബിസ്ക്കറ്റായാലും എല്ലാം ഭയങ്കരമായിട്ട് തണുത്തു പോകുന്നുണ്ട്. കാരണം ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം ഫുഡിൻ്റെ ആവശ്യകത ഇപ്പം അവിടെ ഇല്ല. ഇപ്പം വേണ്ടത് ഇതുപോലെ ബ്ലാങ്കറ്റ്, അതുപോലെ ബെഡ്ഷീറ്റ്, പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സസ്, ഇന്നേഴ്സ്, സാനിറ്ററി പേഴ്സ്, ലേഡീസിന് വേണ്ട അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് ഇപ്പം നമുക്ക് ആവശ്യം. അപ്പം ദയവ് ചെയ്ത് എന്നിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ വയനാടിന് വേണ്ടി എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എപ്പോഴും തരുന്ന സപ്പോർട്ട് ഇനിയും തരുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെ സഹോദരങ്ങളാണ് ഇല്ലാണ്ടായി പോയത്. സഹോദരങ്ങൾക്കാണ് ഇട്ട ഉടുപ്പ് മാത്രമായിട്ട് നിൽക്കുന്നത് ക്യാമ്പുകളിൽ. അപ്പം നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പല ഫ്ലഡ് വന്നപ്പോഴും ഒക്കെ മഹാമാരികളൊക്കെ സംഭവിച്ചപ്പോഴും നമ്മൾ ഒറ്റ കൈയായിട്ട് തന്നെ നിന്നു. ചിലർക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ വയനാട് എത്തിപ്പെടുമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കോൾസ് വരുന്നുണ്ട്. പക്ഷേ വയനാട്ടിലൊന്നും നമ്മൾക്ക് പോകാൻ ഇപ്പം പറ്റത്തില്ല. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പോകാണ്ടിരിക്കില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്കറിയാം ദുരിതാശ്വാസ ഫണ്ടിലോട്ടും അത് മുഖ്യമന്ത്രിയുടെ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്ത് നമ്മുടെ കടവന്ത്രയിൽ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് ഏകദേശം ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 1-2 ഡ്രസ്സെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് മതി. അല്ലാണ്ട് ഇതുപോലെ ബൾക്കായിട്ടെന്നല്ല ഞാൻ പറയണത്. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും കരങ്ങൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉടുക്കുന്ന ഉടുപ്പ്, നമ്മൾ പുതക്കുന്ന ബെഡ്ഷീറ്റ്, അതിൻ്റെ ഒപ്പം ഒരു ബെഡ്ഷീറ്റ് കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ മേടിച്ച് നമ്മുടെ വയനാടിൻ്റെ മണ്ണിലോട്ട്, വയനാടിൻ്റെ മക്കളിലോട്ട് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ദയവേത് വയനാടിനൊപ്പം തന്നെ നിൽക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു ആൾ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്.